നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്ക് സ്വാഗതം. പുരാണത്തിലെ ജരാസന്ധൻ എന്ന കഥാപാത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അത്ഭുതകരമായ ഒരു ജനനമാണ് ജരാസന്ധൻ്റേത്. ആർക്കും കൗതുകമുണർത്തുന്ന ഒരു ജനനം. ആ ജരാസന്ധനെയാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പണ്ട് മഗധ ഭരിച്ചിരുന്ന ബൃഹദ്രഥൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. മഗധ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒറീസയുടെ ആ ഒരു ഭാഗമായിട്ടൊക്കെ വരും. പഴയ മാപ്പ് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ആ ബൃഹദ്രഥൻ എന്ന രാജാവിന് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ കുട്ടികളില്ലാതിരുന്ന ആ രാജാവ് വലിയ ദുഃഖിതനായിരുന്നു. ഒരിക്കൽ ചണ്ഡകൗശികൻ എന്ന ഒരു മുനി അദ്ദേഹത്തിന് ഒരു മാമ്പഴം സമ്മാനമായി നൽകുന്നു. ഈ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുത്ത് ഭാര്യ അത് കഴിച്ചാൽ സന്താനമുണ്ടാകും എന്ന് അദ്ദേഹം അനുഗ്രഹിക്കുന്നു. പക്ഷേ ജരാസന്ധന് രണ്ടുപേരുണ്ട് ഭാര്യമാർ. ആ രണ്ടുപേരോടും ജരാസന്ധന് അതിയായ സ്നേഹവുമുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മാമ്പഴം രണ്ടായി പകുത്ത് രണ്ട് ഭാര്യമാർക്കും കൊടുക്കുന്നു. അവർ യഥാവിധി ഗർഭിണികളാകുന്നു, യഥാസമയം പ്രസവിക്കുന്നു. പക്ഷേ ഒരബദ്ധം പറ്റി. ഒരാൾ ഒരു ഉടലിൻ്റെ ഭാഗവും മറ്റേയാൾ ഉടലിൻ്റെ മറുഭാഗവുമാണ് പ്രസവിച്ചത്. ജനിച്ചപ്പോൾ തന്നെ ജീവനില്ലാത്ത ഒരു വികൃത രൂപിയായ കുട്ടി. അപ്പോൾ തന്നെ ഈ രാജാവ് വളരെ ദുഃഖിതനായി. കുട്ടികൾ ഇല്ലാതിരിക്കുന്നത് ദുഃഖകരമാണ്. ഇങ്ങനെയൊരു കുട്ടി ഉണ്ടായാൽ അത് അതിലും വലിയ ദുഃഖമാണ്. രാജാവ് ആ കുഞ്ഞിനെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുന്നു. അവിടെ ജര എന്നു പേരായ ഒരു രാക്ഷസി താമസിച്ചിരുന്നു. ഈ ജര എന്ന രാക്ഷസി ഈ കുട്ടിയുടെ രണ്ട് ഭാഗങ്ങളും എടുത്ത് യോജിപ്പിച്ചതും ആ കുട്ടിക്ക് ജീവൻ വെക്കുന്നു. അങ്ങനെ ജരയാൽ യോജിപ്പിച്ചതുകൊണ്ട് ജരയാൽ സന്ധി ചെയ്യപ്പെട്ടതുകൊണ്ട് ജരാസന്ധൻ എന്ന പേര് കിട്ടുന്നു. അത് ഭയങ്കര കരച്ചിൽ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സംഭ്രമിച്ച ജര ഇതിനെ കൊട്ടാരവാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നിഷ്കാസിതയാവുന്നു. ഈ കുഞ്ഞിനെ രാജാവ് എടുത്തു വളർത്തുന്നു. തൻ്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം രാജാവിനുണ്ടാകുന്നു. അവന് ജരാസന്ധൻ എന്ന് പേരിടുന്നു. അങ്ങനെ ജരാസന്ധൻ വളരെ വില്ലാളി വീരനായിട്ടാണ് വളർന്നു വന്നത്. അയാൾ മഗധയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കി അവിടുത്തെ രാജാക്കന്മാരെ തുറങ്കിൽ അടയ്ക്കുന്നു. വലിയ ശിവഭക്തനായിരുന്നു ജരാസന്ധൻ. ഇനി ജരാസന്ധന് കൃഷ്ണനോട് വിരോധം വരാൻ കാരണമുണ്ട്. കൃഷ്ണന്റെ രാജ്യത്തെ ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. എന്താണ് ജരാസന്ധന് കൃഷ്ണനോട് വിരോധം വരാനുള്ള കാരണം? മധുര ഭരിച്ചിരുന്ന രാജാവായിരുന്നു കംസൻ. നമുക്കെല്ലാം അറിയാം. ആ രാജാവിൻ്റെ വീര്യത്തെക്കുറിച്ച് അറിഞ്ഞ് ജരാസന്ധൻ കംസന് തൻ്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അസ്ഥി, പ്രാപ്തി എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ജരാസന്ധൻ ഉണ്ടായിരുന്നത്. ജരാസന്ധൻ തൻ്റെ മക്കളെ കംസന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ആ കംസനെ കൊന്നയാളാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ടാണ് ജരാസന്ധന് കൃഷ്ണനോടും യാദവരോടും തീർത്താൽ തീരാത്ത വിരോധം ഉണ്ടായതിൻ്റെ പിന്നിൽ. അങ്ങനെ കംസൻ മരണപ്പെട്ടതിന് ശേഷം ജരാസന്ധൻ പല തവണ മഥുരയെ ആക്രമിക്കുന്നുണ്ട്. പലരും പറയുന്നത് ജരാസന്ധൻ കൃഷ്ണനെ തോൽപ്പിച്ചു എന്നാണ്. പക്ഷേ ഭാഗവതത്തിലോ മഹാഭാരതത്തിലോ അങ്ങനെ കൃഷ്ണനെ തോൽപ്പിച്ചതായിട്ട് പറയുന്നില്ല. കൃഷ്ണനും ബലരാമനും 18 വട്ടം യുദ്ധം ചെയ്തു ജരാസന്ധനുമായി. ഓരോ തവണയും ജരാസന്ധനെ തോൽപ്പിച്ച് ഓടിക്കും. തിരിച്ച് വീണ്ടും ജരാസന്ധൻ വർദ്ധിത വീര്യത്തോടുകൂടി വന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്യും. ഇങ്ങനെ ജരാസന്ധന്റെ ഈ യുദ്ധം ഒരു വലിയ ശല്യമായപ്പോഴാണ് കൃഷ്ണനും കൂട്ടരും അവിടെ നിന്നും മാറി കുറച്ചുകൂടി സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അതാണ് ഗുജറാത്തിനടുത്തുള്ള ദ്വാരക എന്ന സ്ഥലം. അങ്ങനെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു മനോഹരമായ നഗരം പണിഞ്ഞ് അവിടേക്ക് തൻ്റെ ജനങ്ങളുമായി അദ്ദേഹം യാത്രയാവുന്നു. ജരാസന്ധനിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണം ഭയന്നിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണനെയൊക്കെ ഭയപ്പെടുത്തി ഓടിച്ചു, കൃഷ്ണനെയും ബലരാമനെയും ഭയപ്പെടുത്തി ഓടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ യുദ്ധത്തിലൊക്കെ കൃഷ്ണനാണ് ജയിച്ചിരുന്നത്. മനുഷ്യർ എല്ലാവരും സമാധാനമാണല്ലോ, ശാശ്വതമായ സമാധാനമാണല്ലോ മനുഷ്യൻ ആഗ്രഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാണ്ഡവർ രാജസൂയം നടത്താൻ തീരുമാനിക്കുന്നത്. അത് വെറുതെ തീരുമാനിക്കുകയായിരുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞ പാണ്ഡവരോട് നാരദ മഹർഷി വന്ന് പറയുന്നു, താൻ സ്വർഗത്ത് വെച്ച് പാണ്ഡുവിനെ സന്ദർശിച്ചുവെന്നും പാണ്ഡു തൻ്റെ മക്കൾ രാജസൂയം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയുകയായിരുന്നു.
ഉടൻ തന്നെ യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി കൃഷ്ണന്റെ അടുത്തേക്ക് ആളിനെ വിട്ട് കൃഷ്ണനെ വിളിച്ചു വരുത്തുന്നു. ശ്രീകൃഷ്ണൻ വന്ന് രാജസൂയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ രാജസൂയത്തിൽ രാജാക്കന്മാരൊക്കെ ഈ രാജസൂയം നടത്തുന്ന രാജാവിന്റെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടതുണ്ട്. മഗധയിലെ ജരാസന്ധൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ രാജസൂയം നടത്തുന്നതിന് മുൻപ് ജരാസന്ധനെ തോൽപ്പിക്കേണ്ടതുണ്ട്, വധിക്കേണ്ടതുണ്ട് എന്ന് കൃഷ്ണൻ അറിയിക്കുന്നു. മാത്രമല്ല, ജരാസന്ധൻ നിലവിൽ 86 രാജാക്കന്മാരെ തടവിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തടവിലാക്കിയ ആ രാജാക്കന്മാരെ മോചിപ്പിക്കണം. 100 പേരെ തടവിലാക്കി കഴിയുമ്പോൾ അവരെ കൊല്ലാനാണ് ജരാസന്ധന്റെ തീരുമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ കൃഷ്ണൻ തന്നെ അർജുനനും ഭീമനുമായി ജരാസന്ധനെ കാണാനായി ബ്രാഹ്മണ വേഷത്തിൽ ചെല്ലുന്നു. ബ്രാഹ്മണ വേഷത്തിലെത്തിയ പാണ്ഡവരെ ജരാസന്ധൻ തിരിച്ചറിയുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് വേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറയുന്നു, ഇവർ 2 ദിവസത്തേക്ക് മൗനത്തിലാണ്, മൗനവ്രതമാണ്, അത് കഴിഞ്ഞിട്ട് ആണ് സംസാരിക്കാം. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ദ്വന്ദ്വയുദ്ധമാണ് കാക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ജരാസന്ധൻ അത് സമ്മതിക്കുന്നു. അങ്ങനെ പാണ്ഡവർ ദ്വന്ദ്വയുദ്ധത്തിനായിട്ട്, അല്ലെങ്കിൽ ഭീമനും അർജുനനും ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുന്നു. ജരാസന്ധനോട് പറയുന്നുണ്ട്, അങ്ങേക്ക് ഇഷ്ടമുള്ള ആളിനെ തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നുണ്ട്. ജരാസന്ധൻ അപ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ബ്രാഹ്മണരല്ല, ക്ഷത്രിയന്മാരാണ് എന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ ഈ ശക്തിയുള്ള ആളിനെ തന്നെയാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജരാസന്ധൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജരാസന്ധനും ഭീമനുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആ ദ്വന്ദ്വയുദ്ധത്തിനൊടുവിൽ പല കഥകളുണ്ട്. എന്തായാലും ഭാഗവതത്തിൽ പറയുന്നത്, ഭീമൻ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും ജരാസന്ധനെ കൊല്ലാൻ പറ്റുന്നില്ല. അവസാനം ശ്രീകൃഷ്ണൻ ഒരു ഇല കീറി 2ആക്കി ഇട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. അത് ഭീമന് മനസ്സിലായി എന്നും ഭീമസേനൻ അതുപ്രകാരം ദ്വന്ദ്വയുദ്ധത്തിൽ ജരാസന്ധനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം 2ആയി വലിച്ചു കീറി ശരീരം 2ആക്കി വേർപെടുത്തിയെന്നും അങ്ങനെ ജരാസന്ധനെ കൊന്നു എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇപ്രകാരമാണ് ജരാസന്ധന്റെ മരണം. 10,000 ആനകളുടെ ശക്തിയുള്ള വലിയ വില്ലാളി വീരനായ ജരാസന്ധൻ ഇങ്ങനെയാണ് മരണപ്പെടുന്നത്. ഇതാണ് ജരാസന്ധന്റെ കഥ. ഇത്തരം രസകരമായ കഥകൾ കേൾക്കുന്നതിനായിട്ട് ഈ ജസ്റ്റ് ഡീകോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.